തുടർച്ചയായിട്ടുള്ള മൂന്നാം തവണയും CPM-നെ LDF-നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് പിണറായി വിജയനാണ്. ഏതാണ്ട് 16 വർഷക്കാലം നീണ്ട പാർട്ടി സെക്രട്ടറി പദത്തിലെ ആ ഒരു പദവിക്ക് ശേഷം അദ്ദേഹം 2016 വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനായിട്ട് ഇറങ്ങിയത്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്ന് പറയുന്ന പാർട്ടി കോട്ടകളിൽ ഒരു മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ചത്. 2021 അദ്ദേഹം ധർമ്മടത്ത് നിന്നും വീണ്ടും ജനവിധി തേടി. 2021 അദ്ദേഹം അതേ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുകയാണ്. തുടർച്ചയായ മൂന്നാം തവണയാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരേ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഇളവ് കൊടുത്തിട്ടുണ്ട്. പ്രായത്തിന്റെ ഉൾപ്പെടെയുള്ള ഇളവുകൾ ആ പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ തലങ്ങളിലെ പ്രവർത്തനത്തിന് പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രായത്തിന്റെ ഇളവെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായ മൂന്നാം തവണയും ധർമ്മടത്ത് മത്സരിക്കാനിറങ്ങുന്ന പിണറായി വിജയനെതിരെ ആരാകും സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥി ആരാകും എന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം 2016 അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ വമ്പറം ദിവാകരനാണ് അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് രംഗത്തിറക്കിയത്. ഒരു മികച്ച പോരാട്ടം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും ഏതാണ്ട് 36,000-ൽ പരം വോട്ടുകൾക്ക് പിണറായി വിജയൻ അവിടെ നിന്നും വിജയിക്കുന്നു. 2021 വരുമ്പോൾ പ്രമുഖ നേതാവായിട്ടുള്ള C. രഘുനാഥാണ് കോൺഗ്രസിന് വേണ്ടി അവിടെ പോരാട്ടത്തിനിറങ്ങിയത്. പക്ഷേ ഭൂരിപക്ഷം വർദ്ധിച്ചു. 50,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പിണറായി വിജയൻ തുടർച്ചയായ രണ്ടാം തവണ അവിടെ നിന്നും വിജയിക്കുന്നത്. ഇത്തവണ വരുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി പോരാട്ടം കടുപ്പിക്കണം എന്ന തീരുമാനം UDF-ന്, കോൺഗ്രസിന് ഉണ്ട്. കോൺഗ്രസിന്റെ സീറ്റാണത്. അതുകൊണ്ട് ചുറുചുറുക്കുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ കളത്തിലിറക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. ആ സ്ഥാനാർത്ഥി യുവാവായ, യുവമുഖമായ, കോൺഗ്രസിന്റെ യുവരക്തമായ VP അബ്ദുൾ റഷീദാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം KPCC അംഗമാണ്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളുമാണ്. അബ്ദുൾ റഷീദിനെ കുറിച്ച് പറയുമ്പോൾ അത്ര നിസ്സാരനായിട്ട് അദ്ദേഹത്തെ കാണേണ്ട കാര്യമില്ല, ആർക്കും കാണാൻ കഴിയുകയുമില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ പോരാട്ടം നോക്കുക, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പോരാട്ടം നോക്കുകയാണെങ്കിൽ അങ്ങനെ അബ്ദുൾ റഷീദിനെ എഴുതിത്തള്ളാനായിട്ട് എതിരാളികൾക്ക് പോലും കഴിയില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2021 കണ്ണൂർ ജില്ലയിലെ തന്നെ തളിപ്പറമ്പ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് അബ്ദുൾ റഷീദ് ജനവിധി തേടിയത്. നമുക്കറിയാം, ഈ ധർമ്മടം പോലെ തന്നെ CPM-ന്റെ ഉരുക്കുകോട്ടകളായിട്ടുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് ധർമ്മടം. അത് രൂപം കൊണ്ട കാലം മുതൽ അവിടെ ഈ പറയുന്ന പോലെ CPM-ന്റെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. 2011 CPM-ന്റെ ജെയിംസ് മാത്യു അവിടെ 27,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. 2016 വരുമ്പോൾ അത് 40,000 കടന്ന് ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. രണ്ട് തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 56% വോട്ടുകളാണ് ജെയിംസ് മാത്യു നേടുന്നത്. CPM അവിടെ, LDF അവിടെ നേടുന്നത് 56% വോട്ടുകളാണ്. എതിർ സ്ഥാനാർത്ഥികളായിട്ട് 2011-ലും 2016-ലും മത്സരിച്ചത് കേരള കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗമായിരുന്നു. അവിടെ ഒരു വലിയ രീതിയിലൊരു ദയനീയ പ്രകടനം തന്നെയാണ് അവിടെ UDF-ന് നടത്താൻ കഴിഞ്ഞതെന്നുള്ളത് നമുക്ക് കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. അങ്ങനെ വലിയ തോൽവിയാണ് 2 തവണയും അവിടെ നേരിട്ടത്. എന്നാൽ 2021 വരുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലൊപ്പമില്ല. അതുകൊണ്ട് തന്നെ ആ സീറ്റ് UDF ഏറ്റെടുക്കുകയാണ്, തളിപ്പറമ്പ് സീറ്റ്. അവിടെ ഈ പറയുന്ന അന്നത്തെ കുറച്ചുകൂടി യുവാവായിട്ടുള്ള VP അബ്ദുൾ റഷീദിനെ കോൺഗ്രസ് മത്സരത്തിനായിട്ട് രംഗത്തിറക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വളരെ മികച്ച പ്രകടനമാണ് അബ്ദുൾ റഷീദ് നടത്തിയത്. സാക്ഷാൽ MP ഗോവിന്ദൻ, നിലവിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദനെതിരെയാണ് അന്ന് അബ്ദുൾ റഷീദ് മത്സരിച്ചു എന്ന് മാത്രമല്ല, ഒരു പക്ഷേ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ UDF-ന്റെ ഏറ്റവും മികച്ച ഒരു പ്രകടനം അവിടെ നടത്താൻ അബ്ദുൾ റഷീദിന് കഴിഞ്ഞു എന്ന് മാത്രവുമല്ല, 2016-ൽ അവിടെ ജെയിംസ് മാത്യുവിനുണ്ടായിരുന്ന 40,000-ലധികം ഭൂരിപക്ഷം എന്നത് MP ഗോവിന്ദന്റെ ഭൂരിപക്ഷം 22,000-ലേക്ക് കുറച്ചു കൊണ്ടുവരാൻ അബ്ദുൾ റഷീദിന് കഴിഞ്ഞു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മാത്രമല്ല, മറ്റു ചില കണക്കുകൾ കൂടിയുണ്ട്. 2011-ലാണ് അവിടെ UDF-ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, 53,000-ഓളം വോട്ടുകൾ ലഭിച്ചു. എന്നാൽ അത് 2016-ലേക്ക് വരുമ്പോൾ 50,000-ആയിട്ട് കുറയുന്നുണ്ട്. വോട്ടിംഗ് ശതമാനത്തിലും കാര്യമായ കുറവ്, UDF-ന്റെ വോട്ട് ഷെയറിലും കാര്യമായിട്ടുള്ള കുറവ് വന്നു. എന്നാൽ 2021-ലേക്ക് എത്തുമ്പോൾ ആ വോട്ട് 70,000-ൽ അധികമായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. തളിപ്പറമ്പിലെ നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ അത്രയും വോട്ടുകൾ UDF-ന് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. 70,000-ഓളം വോട്ടുകൾ MP ഗോവിന്ദനെതിരെ അവരുടെ ഉരുക്കുകോട്ടയായ ഒരു മണ്ഡലത്തിൽ UDF-നെ, കോൺഗ്രസിനെ പിടിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല.
അവിടെ ആ വോട്ട് ശതമാനവും ഏതാണ്ട് തൊട്ട് മുൻപുള്ള 32 നിന്നും 39 വർദ്ധിപ്പിക്കാൻ UDF കഴിയുന്നുണ്ട്. MP ഗോവിന്ദൻ ഏതാണ്ട് 93,000 വോട്ടുകൾ അവിടെ നേടുന്നുണ്ട്. അവരുടെ ഉരുക്കു കോട്ടയാണത്, അവരുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. ആ മണ്ഡലത്തിലാണ് അബ്ദുൾ റഷീദ് ഇത്തരത്തിൽ 70,000 വോട്ടുകൾ പിടിച്ചുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റം നടത്തി അവരെ വിറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെ നടത്തിയത്. കാരണം MP ഗോവിന്ദൻ ജെയിംസ് മാത്യുവിനെക്കാട്ടിലും ശക്തനായിട്ടുള്ള ഒരു നേതാവാണ്. ജെയിംസ് മാത്യു നേടിയ 40,000 എന്ന ഭൂരിപക്ഷം MP ഗോവിന്ദൻ മത്സരിക്കുമ്പോൾ 22,000 കുറയുന്നുണ്ട് എങ്കിൽ അത് ആ എതിർ സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ്. അവിടെയാണ് അബ്ദുൾ റഷീദിന്റെ മികവ് നമ്മൾ തിരിച്ചറിയുന്നത്. അത്തരത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ തളിപ്പറമ്പ് പോലെ ഒരു മണ്ഡലത്തിൽ എതിരാളികളെ വിറപ്പിക്കാൻ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ കഴിഞ്ഞ ഒരു യുവ നേതാവായിരുന്നു അബ്ദുൾ റഷീദ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ അബ്ദുൾ റഷീദിനെ ധർമ്മടത്തേക്ക് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കാനായിട്ട് അവിടെ ഇറക്കുന്നത്. തളിപ്പറമ്പിൽ UDF ഒരു തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കാരണം ഇന്നലെ അവിടെ പാർട്ടിയിൽ നിന്നും കലഹിച്ചു പുറത്തു വന്ന TK ഗോവിന്ദനെ അവിടെ ഒരു പക്ഷേ UDF പിന്തുണയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച അബ്ദുൾ റഷീദിന് മറ്റൊരു മണ്ഡലം കൊടുക്കുകയാണ്. അത് സുരക്ഷിത മണ്ഡലമൊന്നുമല്ല എന്ന് നമുക്കറിയാം. ശക്തമായ പോരാട്ടം നടത്താൻ കഴിയുന്ന ഒരു യുവ നേതാവ് എന്ന നിലയിലാണ് അബ്ദുൾ റഷീദിനെ ധർമ്മടത്ത് കോൺഗ്രസ് കാണുന്നത്. ആ രീതിയിൽ കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ നടത്തിയതുപോലെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം ഇത്തവണ ധർമ്മടത്തും നടത്താൻ അബ്ദുൾ റഷീദിന് കഴിയുമെന്ന പാർട്ടിയും മുന്നണിയും കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ തവണ 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ച പിണറായി വിജയന്റെ ഭൂരിപക്ഷം ഒരു വോട്ടെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് അബ്ദുൾ റഷീദിന്റെ നേട്ടം തന്നെയാണ്. കാരണം ധർമ്മടം എന്ന് പറയുന്നത് സമാനമായ രീതിയിൽ CPM-ന്റെ പൊന്നാപുരം കോട്ടകളിൽ ഒന്നാണ്. ആ മണ്ഡലത്തിൽ അവരുടെ ഇന്നത്തെ ഏറ്റവും അനുഷേധനായ നേതാവായ പിണറായി വിജയനെതിരെ ശക്തമായ പോരാട്ടം നടത്തി ആ ഭൂരിപക്ഷത്തിൽ ഒരു കുറവ് വരുത്താനെങ്കിലും കഴിഞ്ഞാൽ അത് അബ്ദുൾ റഷീദിന്റെ മാത്രം വിജയമായിരിക്കും. തോറ്റാൽ പോലും അവിടെ തലയുയർത്തി നിൽക്കാൻ അബ്ദുൾ റഷീദിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കണക്കുകൂട്ടലോട് കൂടിയാണ് ചുറുചുറുക്കുള്ള ഒരു യുവാവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രചരണം നടത്താൻ കഴിയുന്ന ശക്തമായിട്ടുള്ള ഒരു പ്രചരണം നടത്താൻ കഴിയുന്ന പോരാട്ടം നടത്താൻ കഴിയുന്ന ഒരു നേതാവിനെ തന്നെ, ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് CPM-നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് പ്രായം ആയിരിക്കുകയാണ്, 78 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശക്തമായ രീതിയിൽ ആ മണ്ഡലത്തിൽ തന്നെ തളച്ചിടുക എന്നൊരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയിട്ടാണ് ഇത്തരം ഒരു ചുറുചുറുക്കുള്ള യുവാവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. അത് വിജയം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയമെന്ന് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയൻ അട്ടിമറിക്കും എന്നുള്ള രീതിയിലല്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ഒരു കുറവ് വന്നാൽ അത് അബ്ദുൾ റഷീദിന്റെയും കോൺഗ്രസിന്റെയും വിജയമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.